സഹീഹ് തർഗീബ് വതർഹീബിൽ കിതാബ് സദഖാത്തിലെ സക്കാത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെടുന്ന ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതേ ബാബിൽ തന്നെ വരുന്നൊരു ഫസ്ലാണ് എൻ്റെ അവസാനത്തിൽ അഷാറുകളും മക്കാസുകളുമായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഈ പിരിക്കുന്ന ആളുകളൊക്കെ ആ പേരിൽ പറയുമെങ്കിലും ഇവിടെ ഉദ്ദേശം ആളുകളുടെ മേലെ കപ്പം ചുമത്തുന്ന ഏതെങ്കിലും തരത്തിൽ കൃഷിക്കാരുടെ മേലെയോ കച്ചവടക്കാരുടെ മേലെയോ കപ്പം ചുമത്തിക്കൊണ്ട് അഥവാ ടാക്സ് അത് വാങ്ങുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അബിൽ ആസ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തുഫ്തഹു അബ്വാബുസ് സമാഇ നിസ്ഫൽ ലൈൽ. ആകാശത്തിന്റെ കവാടങ്ങൾ രാത്രിയുടെ പകുതിയിൽ തുറക്കപ്പെടും. ഫയുനാദി മുനാദ്, അങ്ങനെ വിളിച്ചു പറയുന്ന ഒരാൾ പറയും, ഹൽ മിൻ ദാഇൻ ഫയുസ്തജാബു ലഹു ഹൽ മിൻ സായിലിൻ ഫയുഅത ഹൽ മിൻ മക്റൂബിൻ ഫയുഫറജു അൻഹു. ആരെങ്കിലും ദുആ ചെയ്യാനുണ്ടോ ഉത്തരം ചെയ്യപ്പെടാൻ വേണ്ടി? ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ നൽകപ്പെടാൻ വേണ്ടി? ആരെങ്കിലും എന്തെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ടോ അവനൊരു തുറവി ലഭിക്കാൻ വേണ്ടി? എന്നിട്ട് പറഞ്ഞു, ഫലാ യബ്ഖാ മുസ്ലിമുൻ യദ്ഉ ബിദഅവത്തിൻ ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു ഇല്ലാ സാനിയതൻ തസ്ആ ബിഫർജിഹാ ഔ അശാറൻ. ആ സമയത്ത് ദുആ ചെയ്യുന്ന ഏതൊരു മുസ്ലിമിനും ഉത്തരം ചെയ്യപ്പെടും. എന്നാൽ ഒരു വ്യഭിചാരിണിയും അതുപോലെ തന്നെ അഷാറായിട്ടുള്ള ആളുടെയും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് കാണാം. ഇവിടെ അഷാർ എന്ന് പറഞ്ഞാൽ അന്യായമായി കൊണ്ട് ആളുകളിൽ നിന്ന് കപ്പം പിരിക്കുന്ന, ആ പേര് വരാനുള്ള കാരണം 10-1 എന്ന നിലക്കൊക്കെ പിരിക്കുന്ന ആളുകൾ, കൃഷിക്കാരാവട്ടെ കച്ചവടക്കാരാവട്ടെ, അങ്ങനെ ആ പിരിക്കുന്നതിനെ പറ്റിയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ആ ദുആ സ്വീകരിക്കപ്പെടുകയില്ല എന്ന നിലക്ക് വന്നിട്ടുള്ളത്. وعن أبي الخير قال عرض مسلمة بن مخلد وكان مسلمة بن مخلد وكان أميرا على مصر. മിസ്റിലെ അമീറായിരുന്ന ഗവർണറായിരുന്ന മസ്ലമത്ത് ബിൻ മഖ്ലദിനെ പറ്റി അലാ റുവൈഫി ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അൻ യുവല്ലിയഹു അൽ ഉശൂറ. അദ്ദേഹം ഈ കപ്പം ആളുകളുടെ മേലെ ആക്കിയിട്ടുണ്ട്, അങ്ങനെ പിരിക്കുന്നുണ്ട് എന്ന് റുവൈഫി ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അറിയുകയുണ്ടായി. ഫഖാല, അപ്പോൾ പറഞ്ഞു, റുവൈഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന സാഹിബൽ മക്സ് ഫിന്നാർ. ഇങ്ങനെ മക്സ് പറഞ്ഞാലും കപ്പാണ്, ഇങ്ങനെ കപ്പം വാങ്ങുന്നവൻ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ സഹാബി അറിയിക്കേണ്ടായി. ഈ കപ്പം വാങ്ങുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള തെറ്റാണ്. വ്യഭിചാരത്തേക്കാൾ ഗൗരവമായിട്ടുള്ള പാപമായിട്ട് ചില ഹദീസുകളിൽ അതിൻ്റെ ആശയം വന്നതായിട്ട് കാണാം. ഏത് ഹദീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ഞാൻ വ്യഭിചരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊല്ലുന്ന മായിസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ ആ സ്ത്രീയുടെ വിഷയം പറയുന്നിടത്ത് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇതിങ്ങനെ ഒരു മക്കാസായിട്ടുള്ള അല്ലെങ്കിൽ കപ്പം വാങ്ങുന്ന ആളുകളുടെ തൗബയാണെങ്കിലും അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബിയൊക്കെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് ഇതിനെ അറിയിച്ചത് കാണാം. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ويل للأمراء ويل للعرفاء ويل للأمراء. അത് ശരിക്കും ഉംന എന്നാണ് റിവായത്തിലുള്ളത്, പ്രിന്റ് മിസ്റ്റേക്കാണ്. لا يتمنين أقوام يوم القيامة أن ذوائبهم معلقة بثريا يتذبذبون بين السماء والأرض ولم يكونوا عملوا على شيء. صلى الله عليه وسلم പറഞ്ഞു, ويل للأمراء, ഭരണാധികാരികൾക്ക് നാശം. വൈലുലിൽ ഉറഫ, ഉറഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ ഭരണാധികാരി ഉണ്ടെങ്കിൽ അവിടുത്തെ ഓരോ കബീലയുമായി ബന്ധപ്പെടാൻ വേണ്ടി ഓരോ കബീലയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ. വൈലുലിൽ ഉംന എന്നാണ് ശരിക്കുള്ള റിവായത്ത്. ഇതിൽ ഉമറ എന്ന് കാണാൻ. ഉംന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന, ഇപ്പോൾ പൊതുവായിട്ടും ബൈത്തുൽ മാലിന്റെ ഉത്തരവാദിത്തം അതുപോലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ആൾ, അവർക്ക് നാശം. ഇവിടെ നാശം പറയാനുള്ള കാരണം അവരുടെ ആ ഉത്തരവാദിത്തം, അമീറാവട്ടെ ഉറഫാക്കൽപ്പെട്ടവരാവട്ടെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടവനാവട്ടെ, അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം ശരിക്ക് ചെയ്യാത്ത ആളുകൾക്കാണ് ഇവിടെ ഉദ്ദേശം, അല്ലാതെ നിരുപാധികം അങ്ങനെയുള്ള ആളുകൾക്കല്ല. അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് നാശം. എന്നിട്ട് പറയാനല്ലേ തമന്നയന്ന അഖ്വാമുൻ യൗമൽ ഖിയാമ,
അങ്ങനെ അവരുടെ ബാധ്യത വീട്ടാത്ത ആളുകൾ അവർ അന്ത്യനാളിൽ കൊതിച്ചു പോകും അവരുടെ ശിക്ഷ അനുഭവിക്കുമ്പോൾ. അന്ന ദവാഇബഹും മുഅല്ലഖത്തുൻ ബിസുരയ്യ, അവരുടെ ശരീരം എന്തെങ്കിലും ഒരു രീതിയിൽ സുരയ്യ എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ ഏറ്റവും വിദൂരത്തുള്ള നക്ഷത്രത്തിന്റെ പേരാണ്, അതുമായി ബന്ധപ്പെട്ട് കെട്ടിത്തൂക്കിയിട്ട അവസ്ഥയിൽ യതദബ്ദബൂന ബൈനസ്സമായി വൽ അർദ്, ഭൂമിക്കും ആകാശത്തിനിടയിൽ ഇങ്ങനെ ആടിക്കളിക്കുന്നതായിരിക്കും അവർ കൊതിച്ചു പോവുക. കാരണം അതിലും വലിയൊരു ശിക്ഷയായിരിക്കും അവർക്ക് അവിടെ ഉണ്ടാവുക. വലം യകൂനു ഉമ്മിലു അലാ ഷൈഇൻ, അവർ കൊതിച്ചു പോകും ഒന്നും തന്നെ ഞങ്ങളെ ഏൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ, ഒരു ഉത്തരവാദിത്വം ഞങ്ങളെ ദുനിയാവെ ഏൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ എന്ന്. അഥവാ വലിയ ഉത്തരവാദിത്തമാണ് ഒരു അമീറാവുക, ഒരു കബീലയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ വിശ്വസിച്ച് പണമേൽപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ. അത് ശരിക്കും ചെയ്യാത്ത ആളുകൾ ഇങ്ങനെ ആകാശം തൂങ്ങിക്കിടന്ന് ആടുന്ന ഒരു ശിക്ഷ വരെ കൊതിച്ചു പോകും. കാരണം അതിലും വലുത് അവിടെ അനുഭവിക്കുന്നതുകൊണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നേരത്തെ വായിച്ച അതേ ഹദീസിന്റെ ആശയമാണ്. വൈലുൽ ലിൽ ഉമറാ വൈലുൽ ലിൽ ഉറഫാ വൈലുൽ ലിൽ ഉംനാ ലയതമന്നയന അഖ്വാമുൻ യൗമൽ ഖിയാമ അന്ന ദവാഇബഹും മുഅല്ലഖത്തുൻ ബിസുരയ്യ യുദൽദലൂന ബൈനസ് സമായി വൽ അർദ് വന്നഹും യലു അമലൻ. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ. وعن أبي سعيد وأبي هريرة رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ليأتين عليكم أمراء يقلبون شرار الناس, നിങ്ങൾക്ക് ചില ഭരണാധികാരികൾ വരും, ജനങ്ങളിൽ ഷെറ് നിറഞ്ഞ ആളുകൾക്ക് അവരുടെ അടുക്കൽ സാമീപ്യം ഉണ്ടാവുക. വയുഅഖിറൂന الصلاة عن مواقيتها, നിസ്കാരം അതിന്റെ സമയത്തിൽ നിന്ന് വൈകിപ്പിക്കുന്ന ആളുകളായിരിക്കും. ഫമൻ അദ്റക ذلك منكم, അങ്ങനെയുള്ള ആളുകളുടെ ഒരു കാലം എത്തിക്കഴിഞ്ഞാൽ ഫലാ യകൂനന്ന അരീഫൻ വലാ ഷുർത്തിയൻ വലാ ജാബിയൻ വലാ ഖാസിനൻ, അവരുടെ കീഴിലായിക്കൊണ്ട് ഇങ്ങനെ കബീലകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു അരീഫായിട്ട് നിങ്ങൾ മാറരുത്. വലാ ഷുർത്തിയൻ പറഞ്ഞാൽ അവരുടെ സേനയിൽ പൊതുവെ പോലീസ് ആകരുത്, അവരുടെ ആജ്ഞാപ് കേട്ടാൽ ഈ അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന ഒരാളാവരുത്. വലാ ജാബിയൻ എന്ന് പറഞ്ഞാൽ ഈ കപ്പം പിരിക്കുന്ന നേരത്തെ പറഞ്ഞ അഷാർ പോലെ മക്കാസ് പോലെ ഒരാളാകരുത്. വലാ ഖാസിനൻ, അവരുടെ അന്യായമായി ഉണ്ടാക്കുന്ന സമ്പത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിട്ടും നിങ്ങൾ മാറരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ഇതിൽ കപ്പം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ഒരു തെറ്റായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.